നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിന്റെ പേരിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-നെതിരെ ആഞ്ഞടിച്ചത് അവഗണനയിൽ മനമെടുത്താണ്. PM-ശ്രീ വിവാദം ഒരു മറ മാത്രമാണെന്നും യഥാർത്ഥ പ്രശ്നം CPM-ന്റെ വലിയേട്ടൻ കളി തന്നെയാണെന്നും പ്രമുഖ CPI നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ പാർട്ടിയിലും മുന്നണിയിലും സമ്പൂർണ്ണ പിണറായിസമാണ്. പ്രധാന വിഷയങ്ങളിൽ പോലും കൂടിയാലോചനകൾ നടക്കുന്നില്ല. മന്ത്രിസഭ ഹെഡ്മാഷും കുട്ടികളും എന്ന രീതിയിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയുന്നു അതിന് തലയാട്ടി കൊടുക്കുന്ന പണിയാണ് ഫലത്തിൽ CPI മന്ത്രിമാർക്ക് പോലും വന്നു ചേർന്നിരിക്കുന്നത്. ഭരണം സമ്പൂർണ്ണമായി പിണറായി ക്യാമ്പിൽ ഒതുങ്ങുകയാണ്. നേരത്തെ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും ADGP അജിത് കുമാറിന്റെ കാര്യത്തിലുമൊക്കെ CPIക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലൊക്കെ ഏകപക്ഷീയമായ തീരുമാനമാണ് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇനി താണു കൊടുക്കുകയാണെങ്കിൽ തങ്ങളൊന്നുമല്ലാതാവുമെന്ന തിരിച്ചറിവിലും CPIക്ക് അകത്ത് നിരന്തര വിമർശനം ഉയർന്നുകൊണ്ടുമാണ് ബിനോയ് വിശ്വം നിലപാട് ഘടിപ്പിച്ചത്. മാത്രമല്ല, തുടർ ഭരണം കിട്ടിയതോടെ CPI തളരുകയും CPM വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഏതാനും സീറ്റുകൾ CPM എടുക്കുമെന്നും അവർക്ക് ഭീതിയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിശക്തമായി പ്രതികരിച്ചത്. PM-ശ്രീ പദ്ധതി നടപ്പാക്കരുതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPI വ്യക്തമാക്കിയിരുന്നു. പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച പോലും ചെയ്യാതെ സർക്കാർ പദ്ധതി നടപ്പിലാക്കിയായിരുന്നു. നീക്കം തിരിച്ചറിഞ്ഞ CPI കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ട അല്ലാതിരുന്നിട്ടും മന്ത്രി K രാജൻ ഇത് ഉന്നയിക്കുകയും എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും ധാരണാപത്രം ഒപ്പുവെച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത്. തുടക്കം മുതൽ തങ്ങൾ ഉയർത്തിയ നിലപാട് തീർത്തും അവഗണിച്ച് CPM സ്വീകരിക്കുന്ന ഏകപക്ഷീയ നിലപാട് CPIയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇടതുമുന്നണിയിൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് CPIയിൽ പൊതുവെ ഉയരുന്ന വികാരം. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ എന്ത് സമീപനമാകും CPI സ്വീകരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. PM-ശ്രീ പദ്ധതിയിൽ CPIയുടെ എതിർപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് എന്ത് CPI എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുചോദ്യം. ഇതോടെ CPI ആകെ മുറിവേറ്റ നിലയിലാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി തോമസ് ചാണ്ടിയെ സംരക്ഷിച്ച CPM-ന് CPIയുടെ കടുത്ത നിലപാടിനെ തുടർന്നാണ് രാജിവെപ്പിക്കേണ്ടി വന്നത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് കാനത്തിന്റെ നിർദ്ദേശത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിന്നതോടെ CPM വഴങ്ങുകയായിരുന്നു അന്ന്. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും വന്നു ചേർന്നിരിക്കുന്നത്. ഇതുപോലൊരു അപമാനം CPIക്ക് മുന്നണിയിൽ നിന്ന് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് അതിനാൽ തന്നെ ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ ബിനോയ് വിശ്വത്തിനെതിരെയും CPIയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ബിനോയിയുടെ നട്ടലില്ലായ്മയാണ് കാര്യങ്ങൾ ഈ രീതിയിൽ വഷളാക്കിയതെന്നുമാണ് ആക്ഷേപം. PK വാസുദേവൻ നായർക്ക് ശേഷം വെളിയം സെക്രട്ടറി ആയപ്പോഴാണ് CPI CPM-നോട് നേർക്കുനേർമുട്ടുന്ന സാഹചര്യമുണ്ടായത്. പിണറായി വരെ വിറപ്പിച്ച നേതാവാണ് വെളിയം. പാർട്ടിയുടെ അമരത്ത് 1998-ൽ CPI സെക്രട്ടറിയായി വെളിയം സ്ഥാനമേൽക്കുമ്പോൾ പാർട്ടിയെ നയിക്കുക മാത്രമായിരുന്നില്ല വെളിയത്തിന്റെ പണി. മുന്നണിക്കകത്ത് മേൽവിലാസം നിലനിർത്തുകയെന്ന വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. മുഖം നോക്കാതെ പറയാൻ കെൽപ്പുള്ള ഒരു നേതാവിനെ കാത്തിരുന്ന പാർട്ടിക്ക് വെളിയം നൽകിയത് പുതുജീവനാണ്. വെളിയത്തിന്റെ കാർക്കശ്യവും ഗർജനവും കേരള രാഷ്ട്രീയത്തിലെ CPIയുടെ അടയാളമായി. ഒപ്പം നടക്കുന്നവർ സമവായത്തിനായി നാവടക്കിയപ്പോൾ വെളിയം അടങ്ങി നിന്നില്ല. നട്ടലോടെ വെളിയം ഒറ്റയ്ക്ക് നേരിട്ടു. എല്ലാം ക്ഷമിക്കുന്ന PKയുടെ ശൈലി ആയിരുന്നില്ല വെളിയത്തിൻ്റേത്. CPM എന്ന വലിയേട്ടന് മുന്നിൽ അദ്ദേഹം ഒതുങ്ങി നിന്നിരുന്നില്ല. മുന്നണി യോഗങ്ങളിൽ അദ്ദേഹം കലഹിച്ചു. തൻ്റെ മുന്നിലുള്ള മുഖം ആരുടേതാണെന്ന് നോക്കിയില്ല. തനിക്ക് തോന്നുന്ന ശരി എന്തെന്ന് മനസ്സിലാക്കി തുറന്നു പറഞ്ഞു. വെളിയത്തിൻ്റെ വാക്കുകളിൽ മുറിവേറ്റവർ നിരവധിയാണ്. പലപ്പോഴും ഇടതുമുന്നണി യോഗങ്ങളിൽ അവസാനത്തെ വാക്ക് ആശാൻ്റേതായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ CPM സെക്രട്ടറിയുമായ പിണറായി വിജയനെ വരെ വിറപ്പിച്ച നേതാവാണ് വെളിയം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ വയനാട് പൊന്നാനി സീറ്റുകളിൽ ഒന്ന് പിടിച്ചെടുക്കാൻ CPM തീരുമാനിച്ചിരുന്നു. അന്ന് വെളിയം അതിക്ഷുഭിതനായിട്ടാണ് പരസ്യമായി പ്രതികരിച്ചത്. എടോ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണിക്കകത്ത് അദ്ദേഹം ആഞ്ഞടിച്ചു. ഇതിന് മറുപടിയായി CPIയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള പിണറായിയുടെ മറുപടിയും വാർത്തയായിരുന്നു. എന്നാൽ അന്ന് വെളിയം നടത്തിയ ശക്തമായ പോരാട്ടത്തെ തുടർന്ന് തങ്ങളുടെ സീറ്റ് സംരക്ഷിക്കാൻ CPIക്ക് സാധിച്ചു. എന്നാൽ ജനതാദൾ മത്സരിച്ച കോഴിക്കോട് സീറ്റ് CPM എടുത്തു. ഇതോടെ വീരേന്ദ്രകുമാറും കൂട്ടിനും മുന്നണി വിട്ടുപോയതും വാർത്തയായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ VS-നെ വിമർശിക്കാനും വെളിയത്തിന് മടിയുണ്ടായിരുന്നില്ല. വെളിയത്തിന് ശേഷം CK ചന്ദ്രപ്പൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴും CPIയുടെ വ്യക്തിത്വം നിലനിന്നിരുന്നു. പിന്നീട് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയപ്പോൾ ആദ്യകാലത്ത് CPIയുടെ ശബ്ദം വേറിട്ട് കേട്ടിരുന്നു. പക്ഷേ പിന്നീട് കാനവും പിണറായിക്കൊപ്പമായി. കാനത്തിന് ശേഷം പന്ന്യനും ബിനോയും സെക്രട്ടറിമാരായ സമയത്ത് CPI CPM-ന്റെ B ടീമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ബിനോയ് വീണ്ടും വെളിയം ഭാർഗവന്റെ ലൈൻ സ്വീകരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ.